യഹൂദന്മാരുടെ രീതി അനുസരിച്ചാണ് കർത്താവ് അന്ത്യ അത്താഴത്തിന് മുൻപ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. അത് ഇന്ന് സഭ ആചരിക്കണമോ എന്ന ഒരു സംശയം നിരവധി ആളുകളുടെ അകത്തുണ്ട്. എന്നാൽ ആ കാര്യത്തെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലെ വേദവാക്യമാണ് നമ്മുടെ ആധാരം. യോഹന്നാൻ 13:13-14 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ ഗുരുവും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. വളരെ ക്ലിയറാണ് ഈ വാക്യങ്ങൾ. യഹൂദ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ചെയ്തതെങ്കിൽ അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഇത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ചെയ്യണം, കൽപ്പനയാണ്. അപ്പൊ അതുകൊണ്ട് കാലുകഴുകൽ ശുശ്രൂഷ പുതിയ നിയമത്തിൽ പ്രാധാന്യമുള്ളതാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ചെയ്യേണ്ടതുമാണ്. അത് അവഗണിക്കുന്നത് കർത്താവിന്റെ കൽപ്പനയെ അവഗണിക്കുന്ന തുല്യമാണ്. വചനം വളരെ ക്ലിയറായി നമ്മളോട് അങ്ങനെ പറഞ്ഞിരിക്കെ അത് ഒഴിവാക്കാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് പുതിയ നിയമസഭയിലുള്ള ആളുകൾ കർത്താവിന്റെ വരവ് വരെ കാലുകഴുകൽ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് എപ്പോൾ ചെയ്യണം? ഓരോ കർത്തൃമേശയ്ക്കും ഇത് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധമില്ല. കർത്തൃമേശ സന്ദർഭങ്ങളിലെല്ലാം കാലുകഴുകൽ ചെയ്യാൻ നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. എന്നാൽ ഈ ശുശ്രൂഷ ചെയ്യണം എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എപ്പോൾ എന്നതിനല്ല പ്രാധാന്യം, ഇത് ചെയ്യുക എന്നുള്ളതിനാണ്. അത് പൊതുസഭയ്ക്ക് എപ്പോഴൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത്, വർഷത്തിലൊരിക്കലാണോ 6 മാസത്തിലൊരിക്കലാണോ ഇത് ചെയ്യാനുള്ള സൗകര്യമുള്ളത്, ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, അതനുസരിച്ച് കാലുകഴുകൽ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അതാണ് ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്ന കാര്യം.